iOS 26 അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. നമുക്ക് കുറച്ച് ഡിവൈസുകൾ റീകവറി മോഡിൽ വന്നിട്ടുണ്ടായിരുന്നു. കസ്റ്റമറിൻ്റെ അടുത്ത് കാര്യം ചോദിച്ചപ്പോൾ കസ്റ്റമേഴ്സ് പറഞ്ഞത് iOS 26 അപ്ഡേറ്റ് ചെയ്തതാണ്. അപ്ഡേറ്റ് നടന്നുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ലോഗോയിൽ സ്റ്റക്കായി, പിന്നീട് ഈ റീകവറി മോഡിലോട്ടായി എന്നാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യുവാനായിട്ട് നിങ്ങളുടെ ഫോണിൽ ഒരു 12 GB ഫ്രീ സ്പേസ് ഉണ്ടായിരിക്കണം. iOS 26 ഫയൽ സൈസ് വരുന്നത് 9.5 GB ഉണ്ട്. ഇനി സ്റ്റേബിൾ ആയിട്ടുള്ളൊരു വൈഫൈ തന്നെ ചൂസ് ചെയ്യണം. മാക്സിമം മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യാതെ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക. കാരണം ലാർജ് ഫയലാണ് ഇതിൻ്റെ വരുന്നത്. ബാറ്ററി ചാർജ് ഒരു 60% മുകളിലുണ്ടായിരിക്കണം. ബെസ്റ്റ് ഓപ്ഷൻ ഇതിൻ്റെ കൂടെ ചാർജിങ് കണക്ട് ചെയ്ത് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. വിത്തൗട്ട് റിസ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലെ ഡാറ്റ ഒന്ന് ബാക്കപ്പ് ചെയ്ത് വെക്കുന്നത് കുറച്ച് ബെറ്റർ ആയിരിക്കും. കാരണം അപ്ഡേറ്റ് നടക്കുമ്പോൾ ബഗ് അല്ലെങ്കിൽ എറർ വന്നു കഴിഞ്ഞാൽ ഡാറ്റ പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സേഫായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ പിൻ ചെയ്തിരിക്കുന്ന ഡിവൈസുകളാണ് iOS 26 സപ്പോർട്ട് ആവുന്ന ഡിവൈസുകൾ. iOS 26 കുറച്ച് നെഗറ്റീവ് ഉണ്ട്. ഡിവൈസിന് ഹീറ്റിങ്, ബാറ്ററി ഡ്രെയിനിങ്, അതുപോലെ തന്നെ ഡിവൈസ് കുറച്ച് ലാഗിങ്ങും ഉണ്ട്. ഈ ഇഷ്യൂസ് അടുത്ത് വരുന്ന ചെറിയ ചെറിയ അപ്ഡേറ്റിങ്ങിൽ ക്ലിയർ ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വേറെ ഒരു കാര്യമെന്ന് പറയുന്നത് ക്യാമറ സെക്ഷനിലാണ്. ക്യാമറ സെക്ഷനിൽ വലിയൊരു അപ്ഡേറ്റ് തന്നെയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അത് എന്തൊക്കെയാണ് ഈ താഴെ ഞാൻ പിൻ ചെയ്തിട്ടേക്കാം. ഈ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഈ ഉള്ള ബഗ്ഗുകളെല്ലാം ഫിക്സ് ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അപ്ഡേറ്റ് ചെയ്യുന്നവർ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു.